വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ സന്ദർശിച്ച മടങ്ങുന്നു. ഇരുവരും ഒന്നിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. നിറച്ചിരിയോടുകൂടിയാണ് വന്നത്. താൻ പറയുന്നത് തന്നെയാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാൽ പറയുന്നത് തന്നെയാണ് താനും പറയുന്നത്. മറ്റൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ആരാണ് ആർക്ക് വേണ്ടിയാണ് എന്ന വാദങ്ങളോ നിലനിൽക്കുന്നില്ല. തങ്ങൾ തമ്മിൽ ദീർഘകാല സൗഹൃദമുണ്ട്, ഒന്നിച്ച് യാത്ര പോയ ചരിത്രമുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇരു നേതാക്കളും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൽ ശത്രുതാ മനോഭാവത്തോടെ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. കെ.സി. വേണുഗോപാൽ തന്നെയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതെന്നും കൂടി വി.ഡി. സതീശൻ കൂട്ടിച്ചേർക്കുന്നു. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇരു നേതാക്കളും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രത്തിന് വിപരീതമായി യാതൊരു പ്രശ്നങ്ങളുമോ അഭിപ്രായ വ്യത്യാസങ്ങളുമോ ഇല്ല. ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം ഏകകണ്ഠമായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് ഇരു നേതാക്കളും. തീർച്ചയായിട്ടും അത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം, ആ പ്രശ്നങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിഭവങ്ങൾ, പിണക്കങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതെല്ലാം തന്നെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഒരു 15 മിനിറ്റ് ഇരുന്നാൽ തീരാനുള്ളതല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന എല്ലാ വാർത്തകൾക്കുമുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി. തിങ്കളാഴ്ച പൂർണ്ണ മന്ത്രിസഭ അധികാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും എന്നുള്ളതാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. അതേസമയം തന്നെ കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ ഒരുമിച്ച് കണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രക്തം കാണാം എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ പ്രഖ്യാപനം വന്ന അതേ ദിവസം എങ്ങനെയാണോ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചത്, കോൺഗ്രസ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം എങ്ങനെയാണോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് രണ്ട് നേതാക്കളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തൽക്കാലം മഞ്ഞുരുകി അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചു അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഈ പുറത്തു വരുന്ന ഈ വീട്ടിൽ നിന്ന്, ഈ നാലാഞ്ചിറയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ നിന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അതായത് ഉടൻ തന്നെ പട്ടികയാകും. ആ പട്ടിക പ്രകാരം എല്ലാ പൂർണ്ണ മന്ത്രിസഭ തിങ്കളാഴ്ച അധികാരം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെയൊക്കെ തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ചില ആളുകൾ തന്നെ ലക്ഷ്യം വെക്കുന്നു അടക്കം നീക്ക മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും രമേശ് ചെന്നിത്തലയെ മഞ്ഞുരുക്കുന്നതിന് വേണ്ടി 2 തവണ വീട്ടിൽ ചെന്ന് അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പരിഭവമില്ല, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളില്ലേ, അത് തന്നെയേ ഉള്ളൂ. അതിനൊപ്പം വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അത് ഈ തീരുമാനങ്ങൾ ആത്യന്തികമായി എടുക്കേണ്ടത് കെ.സി. വേണുഗോപാലാണ്, അദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ടത്. അതായത് തന്റെ തീരുമാനങ്ങളല്ല. ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, കാരണം ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് താൻ ഇതിനൊരു അപ്പർ ഹാൻഡ് എടുക്കുന്നില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഈ പറയുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന്റെയും ഒരു മഞ്ഞുരുകുന്നതിന്റെയും ഭാഗമായിട്ടുള്ള ഒരു നീക്കം കൂടിയായി വേണം അതിനെ വിലയിരുത്താൻ എന്ന് തോന്നുന്നു. കാരണം ഈ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ പട്ടിക അതെല്ലാം തന്നെ കെ.സി. വേണുഗോപാലിന്റെ കൈകളിൽ കൂടിയാണ് പോകുന്നത്. അതിന് അന്തിമ തീരുമാനം ഡൽഹിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് താൻ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ താൻ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലല്ല ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് തന്റെ നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ആവർത്തിച്ച് ആ രൂപത്തിൽ തന്നെയാണ് ഇന്നും സംസാരിച്ചതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, രണ്ടുപേരും വീണ്ടും വീടിനുള്ളിലേക്ക്, അതായത് കെ.സി. വേണുഗോപാലും നിയുക്ത മുഖ്യമന്ത്രിയും അകത്തേക്ക്, കെ.സി. വേണുഗോപാലിന്റെ വീടിനകത്തേക്ക് വീണ്ടും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ കൂടിക്കാഴ്ച നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് മാത്രമാണ് എന്ന് തോന്നുന്നു. അധികം വൈകാതെ വീണ്ടും പുറത്തേക്ക് വരും. അതായത് ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നത് 3/4 മണിക്കൂർ നേരമാണ് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവർ രണ്ടുപേരും ഇരുന്ന മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി കൗതുകമാണ്. എന്തായാലും ആ ചർച്ച, കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മന്ത്രിസഭ രൂപീകരണവുമായിട്ടുള്ള ചർച്ചകളിൽ ഏറെക്കുറെ കാര്യങ്ങൾ സമവായത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ചിരിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം, അത് RC പക്ഷമാണ് എങ്കിലും കെ.സി. പക്ഷമാണെങ്കിലും കൃത്യമായി ആരെയൊക്കെയാണോ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് താല്പര്യമുള്ളത് ആ കൃത്യമായ പേര് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ വി.ഡി. സതീശൻ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു ചർച്ച സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ.
മാധു, സംശയം വേണ്ട. ഇപ്പോൾ വി ഡി സതീശൻ കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം തന്റെ വാഹനത്തിൽ കയറിയ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അതായത് ഏറെക്കുറെ 1 മണിക്കൂർ നേരത്തോളം വീട്ടിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. 45 മിനിറ്റ് ഇതിൽ കൂടിക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ ആ പേരുകൾ കൃത്യമായി പറയുകയും വകുപ്പുകളടക്കം കൃത്യമായി പറയുകയും ചെയ്തു. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിട്ടില്ല. കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങൾ കൃത്യം ചോദിച്ചു വാങ്ങാനുള്ള നീക്കം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി അതിൽ വി ഡി സതീശൻ എടുത്തിട്ടുള്ള നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത്. അദ്ദേഹം അതിനകത്ത് എന്തു പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ കൈകൊടുത്തു വിരിഞ്ഞ ആ ചിരി, ആ സൗഹൃദം, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള സൗഹൃദ അന്തരീക്ഷം എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മന്ത്രിസഭയുടെ അന്തിമ പട്ടിക അംഗീകരിക്കേണ്ടത് തന്നെ ഹൈക്കമാൻഡാണ്, അല്ലെങ്കിൽ ദില്ലിയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേപ്പറുകളെല്ലാം കടന്നു പോകേണ്ടത് കെ സി വേണുഗോപാൽ എന്ന മുതിർന്ന നേതാവിന്റെ കൈകളിൽ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി അദ്ദേഹത്തിന് ഉണ്ടാവും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്റെ ഒപ്പം നിൽക്കുന്നവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരെ സംരക്ഷിച്ച് നിർത്തേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്തായാലും മാധു, കെ സി വേണുഗോപാൽ കൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആലപ്പുഴയിലെ വീട്ടിലേക്കാണ് കെ സി വേണുഗോപാൽ തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇന്നലെ രാത്രിയിൽ മുതൽക്ക് ഇന്നിപ്പോൾ 2:30 വരെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം മടങ്ങുകയാണ്. ഇനി തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം മാത്രമായിരിക്കും അദ്ദേഹം വേണുഗോപാൽ മടങ്ങുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് കെ സി വേണുഗോപാലിനെ കൂടി സന്ദർശിക്കുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തത്. 15 മണിക്കൂർ തലസ്ഥാന നഗരത്തിൽ കെ സി വേണുഗോപാൽ ഉണ്ടായിട്ടും വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, ആ സാഹചര്യത്തിൽ കൂടിയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്. കെ സി വേണുഗോപാലിന്റെ വസതിയിൽ നിന്ന് വി ഡി സതീശൻ മടങ്ങിയതിന് തൊട്ട് പിന്നാലെ കെ സി വേണുഗോപാലും അവിടെ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.